ഡിയർ സ്റ്റുഡൻസ്, ഓക്കെ, നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അതായത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ബർത്ത് കൺട്രോൾ, ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ and birth control. Population explosion and birth control. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ രണ്ടാമത്തെ സെക്ഷനായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞു എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, all members of a species present in a particular area. ഒരു പ്രത്യേക ഏരിയ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അത് ഇത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഏരിയ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. ആ ഒരു ഇമാജിൻ ചെയ്യുന്ന ഏരിയയിൽ എന്ന് പറയുന്നത് പ്രസൻ്റ്ലി എത്ര ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്, അതാണ് അവർ പറയുന്ന സ്പെസിഫിക് സ്പീഷീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് സ്പീഷീസിൽ എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈമിൽ എന്ന് പറയുന്നത് എത്ര മെമ്പേഴ്സ്, എത്ര ഹ്യൂമൻ ബീയിങ്സ് അവിടെ കാണുന്നുണ്ട്. അപ്പം അത് കുട്ടികളുണ്ടാവാം, മുതിർന്ന ആൾക്കാരുണ്ടാവാം, അതുപോലെ തന്നെ യുവാക്കളുണ്ടാവാം, എല്ലാവരെയും ചേർത്തിട്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ, അതായത് ആൾ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് പ്രസന്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ മീൻസ് ആ ഒരു പ്രത്യേക ചുറ്റളവിൽ കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് നമ്മൾ പറയും. ഇനി പോപ്പുലേഷൻ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും നോക്കിയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് സെയിം ഏരിയയിൽ തന്നെ ആ പോപ്പുലേഷൻ്റെ നമ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യാം. അതായത് നമ്മൾ പറയുന്നു അവിടെ എന്ന് പറയുന്നത് ആ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പോപ്പുലേഷനിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നമ്മൾ ഒന്നുകിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉള്ള ഒരു കാരണം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. അപ്പോൾ ട്രമൻഡസ് ആയിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ് പോപ്പുലേഷൻ, ഒരു പ്രത്യേക ഏരിയയിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് കാണുന്ന ഹ്യൂമൻ സ്പീഷീസുള്ള ആൾക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൾ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് പ്രസന്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് കോൾഡ് പോപ്പുലേഷൻ. നെക്സ്റ്റ് വൺ, എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ മീൻസ് വിസ്ഫോടനം എന്നല്ല, ജനസംഖ്യാ വിസ്ഫോടനം എന്നല്ല നമുക്ക് പറയാം. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ, അതായത് മനുഷ്യരുടെ എണ്ണം റാപ്പിഡായിട്ട് ക്രമാതീതമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് കോൾഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയയിൽ കൂടുന്നോ കുറയുന്നോ അതിൻ്റെ കാരണങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. എന്താണ് ഡെമോഗ്രഫി? എന്താണ് ഡെമോഗ്രഫി? സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് ഡെമോഗ്രഫി എന്ന് പറയും. അതുപോലെ തന്നെ വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത് ജൂലൈ 11 ആണ്. ജൂലൈ 11 ആണ് എന്ന് പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ ഡേ. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത് ജൂലൈ 11 ആണ്. ഒരു ജനറൽ നോളജ് ആയിട്ടും അതുപോലെ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക, ജൂലൈ 11 ആണ് പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഒന്നാമത് നിൽക്കുന്നതെന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? നമുക്കറിയാം, ചൈന. രണ്ടാമത്തെ സ്ഥാനമാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. വേൾഡ് പോപ്പുലേഷനിൽ എന്ന് പറയുന്ന 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ പറയാറുണ്ട്, 130 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ട്. അതായത് വേൾഡ് പോപ്പുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1900 എന്ന് പറയുന്നത് 2 ബില്യൺ ആയിരുന്നു. വേൾഡ് പോപ്പുലേഷൻ 1900 എന്ന് പറയുന്നത് 2 ബില്യൺ ആയിരുന്നു. ഈ 2 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 മില്യൺ ആണ്.
ഇതാണ് 2000 മില്യൺ. ഇപ്പോൾ വേൾഡ് പോപ്പുലേഷൻ 1900 2 ബില്യൺ ആയിരുന്നു. 2 ബില്യൺ മീൻസ് 2000 മില്യൺ എന്നാണ് പറയുന്നത്. അതായത് 2000 ആയപ്പോഴത്തേക്കും വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 6 ബില്യൺ ആയിട്ട് മാറി. 2000 ആയപ്പോൾ വേൾഡ് പോപ്പുലേഷൻ എന്തായി? 6 ബില്യൺ ആയി. നോക്കൂ, 100 വർഷം കൊണ്ട് 2 ബില്യൺ ആയിട്ടുണ്ടായിരുന്ന വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 6 ബില്യൺ ആയി. ട്രമൻഡസ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് അവിടെ നമ്മൾ കണ്ടത്. ഇപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 350 മില്യൺ ആയിരുന്നു. എത്രയാണ്? 350 മില്യൺ ഇന്ത്യയിലെ പോപ്പുലേഷൻ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഇപ്പൊ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 350 മില്യൺ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് മെയ് 2000 ആയപ്പോഴേക്കും, ഇൻ മെയ് 2000 ഇന്ത്യൻ പോപ്പുലേഷൻ നമ്മൾ നോക്കിയപ്പോഴെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 1 ബില്യൺ. എന്തായിട്ട് മാറി? 1 ബില്യൺ ആയിട്ട് മാറി. ഇപ്പൊ നോക്കൂ, 1900 വേൾഡ് പോപ്പുലേഷൻ 2 ബില്യൺ, ദാറ്റ് ഈസ് 2000 മില്യൺ. 2000 ആയപ്പോഴത്തേക്ക് അത് റോക്കറ്റ് പോലെ ഇൻക്രീസ് ചെയ്തു. എത്രയായി? 6 ബില്യൺ ആയി. At the time of independence, Indian population is 350 million. അത് വീണ്ടും ഇൻക്രീസ് ചെയ്ത് മെയ് 2000 ആയപ്പോഴത്തേക്ക് എന്തായിട്ട് മാറി? 1 ബില്യൺ ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2000 6 ബില്യൺ ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ മെയ് 2000 ആയപ്പോൾ എത്രയായി? 1 ബില്യൺ ആയി. അതായത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം 6 ബില്യൺ ഉള്ളതിൽ 1 ബില്യൺ എന്ന് പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ 6 പേരെയും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിൽ 6th പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഇന്ത്യൻ ആയിരിക്കും. വേൾഡിൽ മൊത്തമായിട്ട് നമ്മൾ 6 പേരെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാൾ ആരാണ്? ഇന്ത്യൻസ് ആയിരിക്കും. അപ്പൊ അതിനുശേഷം അതാണ് ആ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുക, വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2000 6 ബില്യൺ ആണ്. അതെന്ന് പറയുന്നത് മെയ് 2000 ആയപ്പോഴത്തേക്ക് ഇതെന്തായിട്ട് മാറി? ഇന്ത്യൻ പോപ്പുലേഷൻ 1 ബില്യൺ ആയിട്ടായി. അതായത് എവരി 6th പേഴ്സൺ ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഈസ് ആൻ ഇന്ത്യൻ. ആ ഒരു രീതിയിൽ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ത് ചെയ്തു? ട്രമൻഡസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം പല സമയങ്ങളിലും ജനസംഖ്യ കണക്കെടുപ്പ് നടക്കാറുണ്ട്. അതായത് സെൻസസ് എന്ന് പറയുന്നത് ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നത് നടക്കാറുണ്ട്. അപ്പോൾ ആ കണക്കെടുപ്പ് എന്ന് പറയുന്നത് 2001 ആ സെൻസസിൻ്റെ കണക്കെടുപ്പ് നടന്ന സമയത്ത് പറഞ്ഞതെന്ന് പറയുന്നത് ഏകദേശം 1.7% വെച്ച് എന്ന് പറയുന്നത് ഓരോ ഇയറിലും നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് 2001 കണക്ക് പറയുന്നതെന്ന് പറയുന്നത് 1.7 വെച്ചിട്ട് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്യുന്നു. 33 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എന്തായിട്ട് മാറും? ഇരട്ടിയായിട്ട് ഡബിൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ആ 2001 കണക്കനുസരിച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ക്രമാതീതമായിട്ട് എന്ത് ചെയ്തു? ഒരുപാട് ഇൻക്രീസ് ചെയ്തു. ഇപ്പം ഇതാണ് ആ ഒരു ഇന്ത്യയിലെയും വേൾഡ് പോപ്പുലേഷൻ്റെയും ആ ഒരു റേഷ്യോ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് എന്തൊക്കെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ റീസൺസ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള റീസൺസ് ഏതൊക്കെയാണ്? റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇപ്പം റീസൺസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൽ ഫസ്റ്റ് വൺ പറയുന്നതെന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ചികിത്സാ രീതികളോ സൗകര്യങ്ങളോ ഡോക്ടർമാരോ ഒന്നും നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ മറ്റെങ്ങും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരുപാട് അകലെ നമ്മൾ നടന്നോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പിടിച്ചോ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്.
അപ്പോൾ അന്ന് ആ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇന്ന് ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, ചികിത്സ കിട്ടുന്നുണ്ട്, മരുന്ന് കിട്ടുന്നുണ്ട്, ഡോക്ടർമാർ അവൈലബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, മരണനിരക്ക് എന്ന് പറയുന്നത് കുറഞ്ഞു. അതായത് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ലിവിങ് കണ്ടീഷൻസ്. ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ലിവിങ് കണ്ടീഷൻസ്. അതായത് ഭക്ഷണവും മരുന്നുകളും മറ്റ് ജീവിത സാഹചര്യങ്ങളെല്ലാം പണ്ട് കാലങ്ങളിലേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടു. അതുകൊണ്ട് അസുഖം വന്ന് മരണം സംഭവിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ക്രമാതീതമായിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, വാഹന സൗകര്യങ്ങൾ, ഡോക്ടർമാർ, മരുന്ന്, മറ്റ് സാഹചര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, കൂടുതൽ മെച്ചപ്പെട്ടു. അതുകൊണ്ട് മരണനിരക്ക് കുറഞ്ഞു. അത് എന്തിന് കാരണമായി, പോപ്പുലേഷൻ കൂടാനായിട്ട് കാരണമായി. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ഡിക്ലൈൻ ഇൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതിന് നമ്മൾ ഷോർട്ടായിട്ട് MMR എന്ന് പറയും. ഇതാണ് MMR. MMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്നാണ്. പരീക്ഷ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചോദിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള RCH, WHO, ഇപ്പോഴും നമ്മൾ പറഞ്ഞ MMR. എന്താണ് MMR? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ പല കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ കോംപ്ലിക്കേഷൻ എന്താണെന്നോ അത് കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഒന്നും കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അല്ലേ. അപ്പോൾ ആ സാഹചര്യങ്ങൾ കുറഞ്ഞ സമയത്ത് എന്ന് പറയുന്നത് അതിനനുസരിച്ച് എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ മരണമടയുന്നവരുടെ സംഖ്യ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു. ആ പ്രഗ്നൻസി പീരീഡിലുള്ള പ്രോബ്ലംസ് ഒക്കെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും റെക്ടിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മരണം അടയുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു തുടങ്ങി. അതെന്തിന് കാരണമായി, പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണം. ഡിക്ലൈൻ ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക മീൻസ് എന്താണ്, മാക്സിമം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. ഡിക്ലൈൻ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്തു, പരമാവധി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മൂന്നാമത്തെ പറയുന്നത് ഡിക്ലൈൻ ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. അതായത് ശിശു മരണനിരക്ക് എന്ത് ചെയ്തു, വളരെ കുറഞ്ഞു. എന്താണ് ശിശു മരണനിരക്ക് എന്ന് നമ്മൾ പറയുന്നത്? കുട്ടികൾ, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് എന്ന് പറയുന്നത് അവർക്ക് പ്രതിരോധ ശേഷി എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനിച്ചു കഴിഞ്ഞാൽ പല സമയങ്ങളിൽ ജനിച്ച ഉടനെയും 2 വയസ്സാകുമ്പോഴും 3 വയസ്സാകുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള വാക്സിൻസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, പ്രതിരോധ മരുന്നുകളൊക്കെ കുത്തിവെക്കാറുണ്ട്. കാരണം അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം വാക്സിൻസ് ഒന്നും ഇല്ലായിരുന്നു, പ്രതിരോധ മരുന്നുകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ന് പറയുന്ന, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഭക്ഷണമോ പോഷകാഹാര കുറവോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ മരണപ്പെടുന്ന ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് വന്നപ്പോഴത്തേക്ക് കുട്ടികൾ ചികിത്സ ലഭിക്കാതെയോ അല്ലെങ്കിൽ രോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ പോഷകാഹാര കുറവ് കൊണ്ടോ മരിക്കുന്നതിൻ്റെ എണ്ണം എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. അതെന്ത് കൂട്ടി, പോപ്പുലേഷൻ കൂട്ടി. ദാറ്റ് ഇസ് കോൾഡ് IMR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് നമ്മൾ പറയും. ഡിക്ലൈൻ ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ കുറവ് വന്നു. അതെന്തിന് കാരണമായി, പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമായി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് റീപ്രൊഡ്യൂസബിൾ ഏജ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് റീപ്രൊഡ്യൂസബിൾ ഏജ്, അതായത് റീപ്രൊഡ്യൂസബിൾ ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്, അതായത് ഇപ്പോൾ പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചുകുട്ടികളുണ്ട്,
അതുമല്ല പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ഏജിലുള്ള ആൾക്കാരുമുണ്ട് അല്ലേ. അപ്പോൾ ഈ റീപ്രൊഡ്യൂസിബിൾ ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്തു? ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ കൂടി. അതുകൊണ്ട് തന്നെ എന്തുകൂടി? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്, പോപ്പുലേഷൻ്റെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. 5 കൺട്രോൾ ഓഫ് ഡിസീസസ്. കൺട്രോൾ ഓഫ് ഡിസീസസ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെൽത്ത് സെൻ്ററുകളോ ഇന്നത്തെ പോലെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ ഫെസിലിറ്റീസോ ഡോക്ടർമാരോ ഒന്നും അവൈലബിൾ അല്ല. ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അത് വീടിനടുത്ത് നിന്ന് വളരെ വളരെ അകലെയായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ ചികിത്സയൊന്നും കിട്ടാതെ ആൾക്കാർ ഒരുപാട് പേര് എന്ത് ചെയ്തിരുന്നു? മരിച്ചിരുന്നു. ചിലപ്പോൾ രോഗം തന്നെ എന്താണെന്ന് നിർണ്ണയിക്കാനോ അത് കണ്ടുപിടിക്കുവാനോ ഉള്ള സാഹചര്യം, രോഗം എന്തെന്ന് പോലും അറിയാതെ ആൾക്കാർ മരണമടയുന്ന ഒരവസ്ഥ വളരെ വളരെ പണ്ട്, ഞാൻ നിങ്ങളൊക്കെ ജനിക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കണ്ടീഷൻ അല്ല. അതായത് നമുക്കറിയാം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ. ഒരുപാട് രോഗങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം കോവിഡ് വന്നിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പേപ്പറിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷ്വൽ മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിന് ശാശ്വതമായിട്ടുള്ള ഒരു മരുന്ന് എന്ത് ചെയ്യുന്നില്ല, ഇല്ല അല്ലേ. എങ്കിലും നമ്മൾ കുറച്ച് രോഗികളെയൊക്കെ താൽക്കാലികമായിട്ട് മരുന്ന് കൊടുത്തൊക്കെ എന്ത് ചെയ്യുന്നു? ചികിത്സിച്ച് ഭേദമാകുന്നുണ്ട്. അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ പല രോഗങ്ങൾക്കും എന്ന് പറയുന്നത് വാക്സിൻസ് ഒക്കെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. നമുക്കറിയാം TB അല്ലേ, അതായത് ക്ഷയരോഗത്തിനും അതുപോലെ തന്നെ മറ്റ് പല പല രോഗങ്ങൾക്കെതിരെ, മീസിൽസ് അല്ലേ, അതിനൊക്കെ എതിരെ എന്ന് പറയും നമ്മൾ എന്ത് ചെയ്തു? ചിക്കൻ ബോക്സ്, അതിനെതിരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഈ വാക്സിൻസ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ വാക്സിൻസ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നത് ആൾക്കാരുടെ മരണനിരക്ക് എന്ത് ചെയ്തു? കുറച്ചു അല്ലേ. അപ്പോൾ അതവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് മരിക്കുന്നവരുടെ, അസുഖം വന്ന് മരിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അത് എന്തിന് കാരണമായി? പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമായി. കൺട്രോൾ ഓഫ് ഡിസീസസ്. ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി. 6ാമത്തത് ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഡ്യൂ ടു ദ അഡ്വാൻസ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. അതായത് ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. അതായത് കാർഷിക മേഖലയിൽ എന്ന് പറയുന്നത് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായി. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നെല്ലും പച്ചക്കറിയും മറ്റ് ഇതെല്ലാം എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വയം നമ്മൾ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ആർക്കും ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല അല്ലേ. ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് നിലനിന്നിരുന്നു. ഭക്ഷണം കിട്ടാതെയും പലരും ഒക്കെ എന്ത് ചെയ്തിരുന്നു? മരിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് പല രോഗങ്ങൾക്ക് കാരണമായി. ആ രോഗങ്ങളിലൂടെ എന്ത് ചെയ്യുക? പലരും മരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറിയിട്ടെന്ന് പറയുന്നത് ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഇൻ എന്താണ്? അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിലൂടെ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? എല്ലാവർക്കും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടായി. അത് മരണനിരക്കിന് എന്ത് ചെയ്തു? കുറച്ചു അല്ലേ. ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ബെറ്റർ അവൈലബിലിറ്റി ഇതാണ് ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ്? ഹെൽത്ത് ഫെസിലിറ്റീസ്. ഹെൽത്ത് ഫെസിലിറ്റീസ് അതായത് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. 2 ഡിക്ലൈൻ ഇൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. 3 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ശിശു മരണനിരക്ക് എന്ത് ചെയ്തു? വളരെയധികം കുറഞ്ഞു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തു. 4 റീപ്രൊഡ്യൂസിബിൾ ഏജിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് ഡിസീസസ്. ഡിസീസസിനെതിരെ മരുന്നുകളും വാക്സിൻസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മരണനിരക്ക് കുറഞ്ഞു. അത് പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമായി. 6th വൺ ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ്.
ഇതാണ് ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. അഗ്രികൾച്ചറിൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായപ്പോഴത്തേക്കെന്ന് പറയുന്നത് ഇഷ്ടംപോലെ എല്ലാവർക്കും ഫുഡും ബാക്കി സൗകര്യങ്ങളും എല്ലാം ഉണ്ടായി. അതിനനുസരിച്ച് മരണനിരക്ക് കുറഞ്ഞു, പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമായി. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതെന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താണെന്നും അതിൻ്റെ റീസൺസ് 6 റീസൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 6 റീസൺസ് ആണ് നമ്മളവിടെ എക്സാമിന് 2 മാർക്കിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയും. അപ്പോൾ പോപ്പുലേഷൻ എന്തെന്ന് പറഞ്ഞു, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്തെന്ന് പറഞ്ഞു, വേൾഡ് പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷൻ തമ്മിലെന്ന് പറയുന്നത് 1900-ലും 2000-ത്തിലുള്ള കമ്പാരിസൺ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ റീസൺസുമാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. ഇനി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ഇമ്പാക്ട്സ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇമ്പാക്ട്സ് മീൻസ് എന്താണ്? പരിണിത ഫലങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇങ്ങനെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലെന്ന് പറയുന്നത് എന്തൊക്കെ സംഭവിക്കാം എന്ന് പറയും അല്ലെ. ഇപ്പൊ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൂടിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് ബേസിക് റിക്വയർമെന്റ്സ്. ഇതാണ് സ്കേഴ്സിറ്റി മീൻസ് ദൗർലഭ്യം എന്ന് നമുക്ക് പറയാം അല്ലെ. ബേസിക് റിക്വയർമെന്റ്സ്, ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നമുക്കറിയാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? നല്ല ഫുഡ് വേണം, നമ്മുടെ ബേസിക് റിക്വയർമെന്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഒരിടം വേണം, പാർപ്പിടം വേണം, അല്ലെങ്കിൽ ഷെൽട്ടർ വേണം എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് എന്ത് വേണം? ക്ലോത്തിങ് വേണം, നമുക്ക് വസ്ത്രങ്ങൾ വേണം അല്ലെ. അപ്പോൾ എണ്ണം കൂടുമ്പോഴത്തേക്ക്, പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഫുഡിനും അതുപോലെ തന്നെ ഷെൽട്ടറിനും അതുപോലെ തന്നെ ക്ലോത്തിങ്ങിനും എന്തുണ്ടാകും? സ്കേഴ്സിറ്റി ഉണ്ടാകും. അതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് സ്കേഴ്സിറ്റി ഓഫ് ബേസിക് റിക്വയർമെന്റ്സ് ലൈക്ക് ഫുഡ്, അതുപോലെ തന്നെ ഷെൽട്ടർ, അതുപോലെ തന്നെ എന്താണ് മൂന്നാമത്തെന്ന് പറയുന്നത് ക്ലോത്തിങ് എന്ന് പറയും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. ഇതിലൊക്കെ കുറവ് വരും, കാരണം ആൾക്കാരുടെ എണ്ണം ട്രമെൻഡസ് ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പിന്നെയും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്? അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് മീൻസ് എന്താണ്? തൊഴിലില്ലായ്മ ഉണ്ടാകാം. അതുപോലെ തന്നെ പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് പൊല്യൂഷൻ എന്ത് ചെയ്യാം? കൂടാം. അതായത് നമ്മുടെ പരിസരമൊക്കെ എന്ത് ചെയ്യാം? മലിനമാവാനുള്ള സാധ്യത. ഇപ്പം നമുക്കറിയാം, ഒരു വീട്ടിൽ എന്ന് പറയുന്നത് 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു 5 പേരും കൂടെ അവിടത്തേക്ക് വന്നു. അപ്പം ആ 3 അംഗങ്ങൾ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു വൃത്തിയും വെടിപ്പും ഒന്നും നമ്മൾ ചിലപ്പോൾ ഈ 5 പേരൂടെ ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മലിനമാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ ഇമ്പാക്ട്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് സ്കേഴ്സിറ്റി ഓഫ് ബേസിക് റിക്വയർമെന്റ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ പൊല്യൂഷൻ. ഇതെല്ലാം ചോദിക്കാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെത്തേഡ്സ് ടു കൺട്രോൾ ഓവർ പോപ്പുലേഷൻ. ഈ പോപ്പുലേഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ ഇമ്പാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നമ്മൾ പറയുന്നത് മെത്തേഡ്സ് ടു കൺട്രോൾ എന്താണ്? ഓവർ പോപ്പുലേഷൻ. ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കൺട്രോള് ചെയ്യാം? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റൈസിങ് ഓഫ് മാരേജബിൾ ഏജ്. അതായത് മാരേജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുക. ഇപ്പം നേരത്തെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എന്ത് ചെയ്യും? വിവാഹം കഴിപ്പിക്കും അല്ലേ. പെൺകുട്ടികളെ സ്വാഭാവികമായിട്ടും ഒരു 13-14 വയസ്സ്, അതായത് റീപ്രൊഡക്റ്റീവ് ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെൻസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രായപരിധി വെച്ചു. അതായത് കുട്ടികൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഒരു പ്രായപരിധി. ആ പ്രായപരിധി പറയുന്നത് പെൺകുട്ടികൾക്ക് 18 വയസ്സ് തികയണം. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് 22 വയസ്സും എന്ത് ചെയ്യണം? തികഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതിനു മുമ്പ് ഈ പെൺകുട്ടികൾ ആൺകുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷന്റെ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മാരേജബിൾ ഏജ് എന്ന് പറയുന്നത് മെയിൽസിന് 22 വയസ്സും ഫീമെയിൽസിന് എന്ന് പറയുന്നത് 18 വയസ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലീഗലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസെന്റീവ്സ്.
എന്താണ് ഇൻസെൻറ്റീവ്സ്? മീൻസ് പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ഈ പ്രോത്സാഹനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ഫാമിലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമേ കാണൂ. അപ്പോൾ ആ പെൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് മൊത്തം ഗവൺമെൻറ് 18 വയസ്സ് വരെയുള്ള അതിൻ്റെ പഠന ചെലവുകളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടി അതിന് ശേഷം എന്ന് പറയുന്നത് ഒരു കുട്ടി മാത്രം ഉള്ള ഒരവസ്ഥയിൽ നിർത്തിയതിന് ശേഷം എന്ന് പറയുന്നത് അവർക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു ഇതിലേക്ക് വരുന്നു. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്ന് പറയുന്നത് വീടിനടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുക, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എന്ന് പറയുന്നത് അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കുക, സ്ഥലമാറ്റം കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊമോഷൻ, അതായത് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള ചില ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് കൂടെ പ്രോത്സാഹനപരമായിട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള മറ്റെന്തെങ്കിലും കൊടുക്കുക. അതിന് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ പറയുന്നതെന്ന് പറഞ്ഞത് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. എന്താണ്? ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. ഇപ്പോൾ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയെന്ന് പറയുന്നത് 1951 പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ജനകീയ ആസൂത്രണം, അതായത് ഒരു കുടുംബത്തിൽ എന്ന് പറയുന്നത് 4 അംഗങ്ങളായിട്ട് എന്ത് ചെയ്യുക? ചുരുക്കുക. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, അങ്ങനെയൊക്കെയുള്ള സ്ലോഗൻസ് ഒക്കെ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. ഇനി നാലാമത്തെന്ന് പറയുന്നത് കോൺട്രാസെപ്റ്റീവ്സ്. കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിവൈസസ് വിച്ച് പ്രിവെന്റ് പ്രഗ്നൻസി ഓർ കൺസംപ്ഷൻ. പ്രഗ്നൻ്റ് ആവുന്നതിന് അവോയ്ഡ് ചെയ്യുന്ന ചില ഡിവൈസസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുക. സെക്ഷൽ ഇൻട്രാക്ഷൻ സമയത്ത് മെയിൽസിനും ഫീമെയിൽസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. ആ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്ന പ്രഗ്നൻസി എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്നത് പോപ്പുലേഷൻ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അടുത്തത് വിഷ്വൽ മീഡിയാസിൽ പല ഡോക്യുമെൻ്ററീസ്, വിഷ്വൽ മീഡിയാസ്, പല പരസ്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പല ബില്ലുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ എല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് നാം 2 നമുക്ക് 2 എന്നുള്ള രീതിയിൽ ചില സ്ലോഗൻസ് എല്ലാം ഹം ദോ ഹമാരാ ദോ എന്നുള്ള സ്ലോഗൻസ് ഒക്കെ അതിൽ എന്ത് ചെയ്യുക? അതിൽ പ്രിന്റ് ചെയ്യുക. ഗവൺമെൻറ് ബില്ലിൽ പബ്ലിക് പ്ലേസിൽ അങ്ങനെയുള്ള പോസ്റ്ററുകൾ, അതല്ല ആ പോസ്റ്ററുകളിൽ എന്ന് പറയുന്നത് കാണും അല്ലേ? ഇപ്പോൾ 2 അച്ഛനും അമ്മയും 2 കുട്ടികൾ, അതുപോലെ ഹം ദോ ഹമാരാ ദോ എന്നെല്ലാം എഴുതിയിട്ടെന്ന് പറയുന്ന പോസ്റ്ററുകൾ പല പബ്ലിക് പ്ലേസിൽ എന്ത് ചെയ്യുക? അത് ഷോ ചെയ്യുക. അതുപോലെ വിഷ്വൽ മീഡിയാസ് അതിലൂടെയും എല്ലാം എന്ത് ചെയ്യുക? ഷോ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് പബ്ലിക്കിനെ അവെയർ ആക്കുക. അടുത്ത പറയുന്നതെന്ന് പറയുന്നത് വൺ ചൈൽഡ് നോ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളതെങ്കിൽ 18 വയസ്സ് വരെ ആ പെൺകുട്ടിയുടെ എല്ലാ പഠന ചെലവുകളും മറ്റു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴ് താൽക്കാലികമായിട്ട് എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് നിർത്തിവെച്ചിരിക്കുകയാണ് വൺ ചൈൽഡ് നോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all members of a species present in a particular area is called population. എന്താണ് population explosion? The rapid increase, tremendous increase in population is called population explosion. The study of population is called demography. World Population Day is July 11th. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു വേൾഡ് പോപ്പുലേഷൻ 1900 2 ബില്യൺ ആയി, അതായത് 2000 മില്യൺ. 2000 ആയപ്പോൾ ഇറ്റ് ഈസ് റോക്കറ്റഡ് അബൌട്ട്, അതായത് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു എത്രയായിട്ട്? 6 ബില്യൺ ആയിട്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പോപ്പുലേഷൻ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇറ്റ് ഈസ് 350 മില്യൺ. അത് മെയ് 2000 ആയപ്പോൾ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 1 ബില്യൺ. അതായത് വേൾഡ് പോപ്പുലേഷൻ 6 ബില്യൺ, ഇന്ത്യൻ പോപ്പുലേഷൻ 1 ബില്യൺ. അതായത് വേൾഡ് പോപ്പുലേഷനിൽ നമ്മൾ 6 പേരെ എടുക്കുമ്പോഴത്തേക്ക് അതിൽ 6ാമത്തെ ആൾ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഇന്ത്യനായി. റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ: ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ്, ഡിക്ലൈൻ ഇൻ MMR, ഡിക്ലൈൻ ഇൻ IMR, റീപ്രൊഡ്യൂസിബിൾ ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം ഇൻക്രീസ് ചെയ്തു, അതുപോലെ കൺട്രോൾ ഓഫ് ഡിസീസസ്, ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇമ്പാക്റ്റ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ.
അതായത് സ്കേഴ്സിറ്റി ഓഫ് ബേസിക് റിക്വയർമെന്റ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. അടുത്തത് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പൊല്യൂഷൻ. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് മെത്തേഡ്സ് ടു കൺട്രോൾ ഓവർ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാരേജബിൾ ഏജ് എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുക. മെയിൽസിന് 21 വയസ്സും ഫീമെയിൽസിന് 18 വയസ്സുമായിട്ട് അതിനെ എന്ത് ചെയ്യുക, നിജപ്പെടുത്തുക. രണ്ടാമത്തത് ഇൻസെറ്റീവ്സ്, മൂന്നാമത്തത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, നാലാമത്തത് കോൺട്രാസെപ്റ്റീവ്സ്. ദ ഡിവൈസസ് വിച്ച് പ്രിവെന്റ് പ്രഗ്നൻസി ഈസ് കോൾഡ് കോൺട്രാസെപ്റ്റീവ്സ്. അതുപോലെ തന്നെ വൺ ചൈൽഡ് നോ. ഇത്രയും കാര്യങ്ങളാണ് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. ഓക്കെ.